വീഡിയോയുടെ താഴെ കമന്റ്സ് വരുന്ന കണ്ടിട്ടുണ്ടായിരുന്നു, നേപ്പാൾ കലാപത്തിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി. അങ്ങനെ കുറെ കമന്റ്സ് വരുന്നുണ്ട്. പിന്നീട് ഈ കമന്റ് ഒക്കെ നോക്കാറുണ്ടോ, കാണുന്നുണ്ടോ? ഞാന് എന്താണ് കമന്റ് കുറെ സാധനം ഇങ്ങനെ വന്നിനി. അപ്പൊ അതിന്റെ അടിയിൽ വേറെ വക്കീലുകളൊക്കെ ഇങ്ങനെ കമന്റ് ഇട്ടിനി, കേസ് വരാൻ സാധ്യതയുണ്ട് അനുസരിച്ച്, വേറെ രാജ്യത്ത് പോയിട്ടാണ് കല്ല് വാരി വരണത്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ചെറിയൊരു സീന് വരുന്നുണ്ട് കേട്ടാ, അത് വേറെ കാര്യം. എന്താണ് സീൻ? അല്ല, എന്തോ ഒരു സ്പെഷ്യൽ ടീമോ അങ്ങനെ എന്തോ ഒരു അന്വേഷണം വന്നിനി ഞങ്ങൾ അവിടേക്ക്. അപ്പൊ തന്നെ ഞാനിങ്ങനെ വക്കീലൊക്കെ ഇങ്ങനെ സെറ്റാക്കി വെച്ചാണ്, ഇനി എന്തെങ്കിലും വരികയാണെങ്കിൽ അമ്മ അടുത്ത് പ്രൂഫ് കാണിച്ചു കൊടുക്കാൻ. സംഭവം എന്താ വെച്ചാൽ ഇത്രേ ഉള്ളൂ. എൻ്റെ ഒരു ചെങ്ങായി ഉണ്ട്, ഓന് കുറെ 1.5 കൊല്ലമായിട്ട് ദുബായിലേനി. അപ്പൊ ഓന് എൻ്റെ വീഡിയോസൊക്കെ ഇങ്ങനെ കാണല്ലേ. അപ്പൊ എന്നോട് പറഞ്ഞു, എടാ ഞാൻ കുറെ കാലം ദുബായിലാണ്, ഞാൻ എന്നിട്ട് നേപ്പാൾക്ക് ഇറങ്ങാം, നമുക്ക് അവിടുന്ന് എന്താണ് അടിച്ചു പൊളിച്ച് പോവാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വന്നാണ്. ഞാൻ വെസ്റ്റ് ബംഗാൾ ട്രിപ്പിന് പോയതിന്. അങ്ങനെ വെസ്റ്റ് ബംഗാൾ കഴിഞ്ഞ് നേപ്പാൾക്ക് ബോർഡർ കഴിഞ്ഞ് ഒരു 1-2 മണിക്കൂറൊക്കെ വാട്സപ്പും ഇൻസ്റ്റൊക്കെ കിട്ടുന്നുണ്ടേന്. അങ്ങനെ പിന്നെ 2-3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ പെട്ടെന്നൊക്കെ പോയി, വാട്സപ്പ് ഒക്കെ പോയി, പിന്നെ ലോഗിൻ ചെയ്യാൻ നെറ്റ് കിട്ടില്ല, ഒരു സംഭവം കിട്ടില്ല. നേപ്പാൾ സിം ഒക്കെ ഞാൻ എടുത്തിനി. അപ്പോൾ ആരോട് ചോദിച്ചിട്ട് ആർക്കും അറിയില്ല എന്താ സംഭവം. പിന്നെയാണ് മനസ്സിലായത് നേപ്പാൾ ഗവൺമെന്റ് അഴിമതി കാരണം. അപ്പോൾ വല്ല അഴിമതിയൊക്കെ ഇങ്ങനെ പുറത്ത് വന്നപ്പോൾ എല്ലാം നല്ലപോലെ പബ്ജിയും ഫ്രീ ഫയറും കളിച്ചിരിക്കണ ചെക്കന്മാരെ ഒക്കെയാണ് ബാൻ ചെയ്ത്. അതിൽ ഈ ചെറിയ പൊടിമക്കളൊന്നായിട്ട് ഇറങ്ങി ഫുള്ള് കലാപം, ഫുള്ള് അടിച്ചു പൊളിച്ച് എറിഞ്ഞ് പൊട്ടിക്കുക, പാർലമെന്റൊക്കെ എറിയുക, കത്തിക്കുക, പ്രധാനമന്ത്രിന്റെ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ തീയിടുക, ഇതൊക്കെ പോലെ പെരക്കൊക്കെ തീയിടുക, ഭയങ്കര സീന്. അതൊക്കെ ഇങ്ങനെ നേരെ കണ്ടിട്ടുണ്ട്. കാരണം ഞാൻ കാഠ്മണ്ഡുവിലാണ് ഈ അക്രമം മെയിനായിട്ട് നടക്കുന്നത്. ഞാൻ അവിടെ റൂം എടുത്തതോ. എവിടെ പോയാലും പ്രശ്നമാണ്. അങ്ങനെ ഉണ്ടായാലുണ്ട് സാധാരണ. കാരണം അമ്മ ഇതിന് മുമ്പ് പോയപ്പോ കശ്മീർ പോയിനി, അവിടെ പോയപ്പോൾ ഇതേമാതിരി അങ്ങനെ എന്താ അറിയില്ല, ഓരോരോ ഇത്. ഇനിയിപ്പോ അടുത്ത് മലേഷ്യ പോകണ്ട, അതല്ല ഈ അവിടെ ഇങ്ങനെ പ്രോബ്ലം ഉണ്ടാക്കിയിട്ട് അത്രയും കൂളായിട്ട് അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റുന്നേ. അത് സംഭവം എന്താ വെച്ചാല് എന്താണ്, ഞമ്മ പ്രായമുള്ള ചെക്കന്മാരൊക്കെ ഇപ്പൊ എന്താണ് നേപ്പാളിന്റെ എല്ലാ സ്ഥലത്തും കലാപം നടക്കുകയാണ്. അപ്പൊ ഈ അവിടെ കുറച്ച് പട്ടാളക്കാരുള്ളൂ. നേപ്പാളിന്റെ പ്രത്യേകത എന്താ വെച്ചാല് നേപ്പാളില് പടങ്ങളില്ല സ്വന്തമായിട്ട്. ഓല് ഇന്ത്യക്കാരെ പടം, ചൈനക്കാരെ പടം കാണാം. അതേമാതിരി ആർമികളും ഭയങ്കര കുറവാണ്, കാരണം എല്ലാ ഭാഗത്തും ആർമികളും വെക്കണ്ടേ. അപ്പൊ എന്താ, കുറച്ചൊരു 5-6 പട്ടാളക്കാർ ഇങ്ങനെ വരും, കല്ലെടുത്തെറിയും, ഓല തല പൊട്ടുന്നു, ആംബുലൻസ് കൊണ്ടുപോകുന്നു, പിന്നെ ഇങ്ങനെ അരിച്ചു കയറും. നമ്മളടുത്തല്ലേ പവർ, ആൾക്കാരുടെ അടുത്തല്ലേ പവർ. അവ നമ്മളിങ്ങനെ പവറിൽ എത്ര ആയാലും നമ്മള് മുമ്പിലൊന്നും നിൽക്കൂല, നമ്മള് ബുദ്ധിയുള്ള ആൾക്കാരാ. നമ്മള് ബാക്കിൽ എന്നറിയാം, ബാക്കിൽ ഇങ്ങനെ നിൽക്കൂ, എന്നിട്ട് വീഡിയോ എടുക്കൂ, തന്നെ പണി. പക്ഷെ ഇല്ല, അപ്പൊക്കെ ഞാന് ശരിക്കും യൂട്യൂബിലൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ കത്തീനി. പക്ഷെ ആ ടൈമിൽ ഒരു മൂഡില്ല. ഐ മീൻ ഒരു സാധനമൊക്കെ ഒരു എറിഞ്ഞീന്, ഒരു ഗ്യാസിന്റെ ഒരു സാധനം, അതൊക്കെ പാടെ ശ്വസിച്ചിട്ട് ആകെ തലവേദന, അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. അപ്പൊ പിന്നെ ഒരു പേരിന് ഇനിയിപ്പോ ഭാവിയിൽ എന്തെങ്കിലും ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ നേപ്പാൾ കലാപത്തിൽ പങ്കെടുത്തു എന്നൊക്കെ പറയാം, അങ്ങനെ ഒരു വീഡിയോ എടുത്ത് വെച്ചാ പിന്നെ ആണ്ടിട്ട് വീഡിയോ എന്തായാലും നല്ല വൈറലായി. വീഡിയോ എല്ലാം കയറി ചെയ്തിരുന്നത്. ആ ടൈമിൽ ഞാൻ മാത്രമേ ഉള്ളൂ അവിടെ, അതാണ് ഒരു മെയിൻ. പിന്നെ എന്റെ ചെങ്ങായും വന്ന്. അതിന്റെ ഇടയിൽ നീ മറ്റേ കോൽമിഠായി കഴിച്ചുകൊണ്ട് അത് കൂടെ പോകുന്ന പെണ്ണുങ്ങളെ വായ നോക്കുമല്ലായിരുന്നോ? അതിനുള്ള മൂഡ് എവിടുന്ന് കിട്ടി? അല്ല, അത് എന്താ വെച്ചാല് ഫുള്ള് നമ്മ ചെക്കന്മാരല്ലേ, ഓരെല്ലാരും തന്നെ പണി. അവിടെ ഓരോരുത്തർ ഫുഡ് കഴിക്കണേ, ചിലവര് സിഗരറ്റ് വലിച്ച് ഇങ്ങനെ ഇരുന്നാണ്ട് കാഴ്ചകൾ കാണണേ, ചിലർ ഇങ്ങനെ കോൽമുട്ടായി ഇരുന്നാണ്ട് എറിയണേ, തന്നെ എല്ലാരും ഭയങ്കര സിമ്പിളായിട്ടാ കലാപം നടക്കണേ. അപ്പൊ പിന്നെ നമ്മക്കും സിമ്പിൾ തന്നെ. ഞാനൊക്കെ ഇങ്ങനെ അവിടെ ചിരിച്ചു കാണല്ലോ. ഓരോരുത്തർ തെറിയൊക്കെ വരുന്നുണ്ട് കമന്റിന്റെ അടി വന്നിട്ട്, എന്തിനാ ചിരിക്കണേ, ഒരു കലാപം നടക്കുമ്പോ ചിരിക്കല്ല,